അജയാട്ടോ എന്നുള്ളത് തിരുവമ്പാടിയാണ്. നമ്മുടെ ചേച്ചിക്ക് ലൈസൻസ് ഒക്കെ കിട്ടി. അപ്പോൾ വീട്ടിലത്തെ വണ്ടി ഒന്ന് എടുത്ത് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ചാണ് ഒന്ന് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട്. ചേച്ചിയെ കഴിഞ്ഞ ദിവസം നമ്മളൊരു ക്ലാസ് എടുത്തായിരുന്നു, അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്താ അഭിപ്രായം ഇന്നത്തെ? കഴിഞ്ഞ ദിവസത്തിന് കുറച്ചുകൂടി കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നിർത്തി. നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടാ പോകണ്ടേ? ലെഫ്റ്റിലേക്ക്. അപ്പൊ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വണ്ടി ഓഫ് ആവും നമുക്ക് നിർത്തി കഴിഞ്ഞാൽ. അതുകൊണ്ട് ആ എ ബട്ടൺ ഒന്ന് ഓഫ് ആക്കി വെച്ചേരാ കേട്ടോ. അവിടെ ഒരു എ ബട്ടൺ ഉണ്ട്, പുതിയ വണ്ടിയാണെങ്കിൽ ഒരു എ ബട്ടൺ ഉണ്ട്, അതങ്ങോട്ട് ഓഫ് ആക്കിയിട്ടേക്കാം. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്താവും വണ്ടി ഓഫ് ആവും. അപ്പൊ ഇനി നമുക്ക് മെയിൻ റോഡിലോട്ട് നമ്മൾ ഇറങ്ങുവാണ്. ടി ജംഗ്ഷൻ ആണ്. നമ്മൾ ഇവിടെ എന്താക്കി സ്റ്റിയറിംഗ് നിർത്തി സ്റ്റോപ്പ്. ഇവിടെ നമ്മൾ സ്റ്റിയറിംഗ് ഒരു റൗണ്ട് അങ്ങ് തിരിച്ചു. ഇങ്ങോട്ടല്ലേ പോണ്ടേ? ഒരു റൗണ്ട് തിരിച്ചു പിടിച്ചേക്കുവാണ്. ഇനി മെല്ലെ മെല്ലെ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്തോ. ഓക്കെ, നോക്ക് മെല്ലെ മെല്ലെ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു 1/2 റൗണ്ട് കൂടെ തിരിക്കുക. ഓക്കെ, മതി, വണ്ടി പൊക്കോട്ടെ കേട്ടോ, പൊക്കോട്ടെ. അങ്ങനെ വീണ്ടും 1/2 റൗണ്ട് നേരെയാക്കി, 1/2 റൗണ്ട് നേരെയാക്കി, 1 റൗണ്ട് നേരെയാക്കി. ഓക്കെ, പോകാം. മനസ്സിലായോ? അപ്പൊ കഴിഞ്ഞ ദിവസം എടുത്തതിനേക്കാൾ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് തോന്നുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 1 മണിക്കൂർ എടുത്തായിരുന്നു, അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇന്നിപ്പോ എന്തായാലും തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ, ഫസ്റ്റ് ടൈം തുടങ്ങുവാണ്. അപ്പൊ തന്നെ ചേച്ചിക്ക് ഒരു അന്നത്തെക്കാളും ഇമ്പ്രൂവ്മെന്റ് ഇന്നുണ്ട്. ഓക്കെ, ഞാൻ ഇങ്ങനെ എത്ര ദിവസം ചേച്ചിൻ്റെ കൂടെ വരേണ്ടി വരും? ചേച്ചിക്കൊന്ന് മൊത്തത്തിൽ ക്ലിയർ ആൻ ഇനി ഞാൻ വരേണ്ടി വരുമോ? ഇന്നെന്തുകൊണ്ട് എനിക്ക് നിർത്താൻ പറ്റുമോ? എന്താ അഭിപ്രായം? 2 ദിവസം കൂടെ വന്നു കഴിഞ്ഞാൽ ചേച്ചിക്ക് ഒറ്റയ്ക്ക് എടുത്തു പോകാൻ പറ്റൂലേ? ഓക്കെ, ഇനി എടുത്തു പോവോ അല്ലെങ്കിൽ പേടിച്ചവിടെ ഇരിക്കുവോ? ഇല്ല. ഓക്കെ, ഇറക്കാനും കയറ്റാനുമാണ് കുറച്ച് ടെൻഷൻ, പിന്നെ കുറച്ച് ട്രാഫിക്കിലും. ഓക്കെ, അപ്പൊ ഇറക്കിയതിൽ ചെറിയതായിട്ട് ഞങ്ങൾക്കൊന്ന് പാളിപ്പോയായിരുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത്, അല്ലെങ്കിൽ ഞാനിവിടെ എത്തത്തില്ലായിരുന്നു. ചേച്ചി ലൈസൻസ് ഒക്കെ എടുത്തായിരുന്നു, പക്ഷെ സ്വന്തം ഒന്ന് എടുക്കാൻ നോക്കി, ചെറുതായിട്ട് വണ്ടി എന്തായി ഒന്ന് സൈഡിൽ തട്ടിപ്പോയി, അതിൽ പേടിച്ചു പോയി. അങ്ങനെ ബുദ്ധിമുട്ടി വന്നിട്ടാണ് എന്നെ വിളിച്ചത്. അങ്ങനെ പേടി കാര്യങ്ങളൊക്കെ മാറ്റി ഇങ്ങനെ സെറ്റായി വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ള, പഠിച്ച് ലൈസൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാലും ഒറ്റയ്ക്ക് നമ്മുടെ വണ്ടി എടുക്കുമ്പോൾ അതേപോലെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരാളും കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ വണ്ടി എടുക്കുക. അപ്പം നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടും. ഒറ്റയ്ക്ക് നമ്മൾ ഒരു പകുതി ലെവലിൽ എടുക്കാൻ നോക്കി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തം പാനിക്കായി നെഗറ്റീവായി പിന്നെ നമുക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകും. ഇതിപ്പോൾ ചേട്ടായിൻ്റെ ഒക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ചേച്ചി എടുക്കുന്നത്, അല്ലെങ്കിൽ ചേച്ചി അവിടെ ഡൗൺ ആയിട്ട് നിൽക്കുകയുള്ളൂ അല്ലേ? അപ്പം ഞാൻ ആരും ടെൻഷൻ അടിക്കണ്ട. വണ്ടി എടുക്കുമ്പോൾ ചിലപ്പോൾ തട്ടും, പക്ഷേ നിങ്ങൾ അതേപോലെ എടുക്കാൻ ലൈസൻസ് കിട്ടി എടുക്കുമ്പം നിങ്ങൾക്ക് അതേപോലെ പറഞ്ഞ് എന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരാളെയും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് വിജയം കിട്ടും. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.